എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 2026 ജൂൺ 2-നുള്ള വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് മിഥുനൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ഗുണാനുഭവങ്ങളെയും സൗഭാഗ്യങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മിഥുനൻ രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കാലമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കർമ്മകണ്ടക ശനി, 10-ൽ ശനി ഉണ്ടായിരുന്നു, ജന്മത്തിൽ വ്യാഴമൊക്കെ സഞ്ചരിച്ച് കാര്യതടസ്സങ്ങൾ, മനക്ലേശങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ, തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത്. 2-ൽ വെറുതെ വരികയല്ല, ഉച്ചരാശിയായ കർക്കിടകത്തിൽ. 2 എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത വിദ്യ, ധനം, വാക്ക്, ഇതിൻ്റെയൊക്കെ കാരകത്വമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കർമ്മരംഗത്ത് തൊഴിൽപരമായിട്ടുള്ള ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരു വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഈ കാലയളവിൽ അവർക്ക് സമ്പത്തും സൽകീർത്തിയും വിദ്യാഗുണവുമെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണ്. ഇവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനും കഴിയും. കർമ്മരംഗത്ത് ഇവർ നേരിട്ടുകൊണ്ടിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറിയിട്ട് കർമ്മരംഗത്ത് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയവുമാണ്. ഇനി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയുടെ 7-ഉം 10-ഉം ഭാവാധിപനാണ് വ്യാഴം. 7 പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനത്തെ കുറിക്കുന്നു, 10 പറഞ്ഞാൽ കർമ്മസ്ഥാനത്തെ കുറിക്കുന്നു. അപ്പോൾ ദാമ്പത്യ സ്ഥാനത്തിൻ്റെ അധിപനും കർമ്മസ്ഥാനത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴമാണ് 2-ൽ ഉച്ചരാശിയിൽ വന്നു നിൽക്കുന്നത്. ദാമ്പത്യപരമായിട്ട് ഈ രാശിക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്ന സമയമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്ന സമയമാണ്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം ഈ രാശിക്കാർക്ക് വന്ന് ചേരുന്നതാണ്. കൂടാതെ 10-ാം ഭാവത്തിൻ്റെ കൂടി അധിപനാകുമ്പോൾ കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ തൊഴിൽ അല്ലെങ്കിൽ ഉള്ള തൊഴിലിൽ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരാനും കീർത്തി വർദ്ധിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് സ്തംഭനാവസ്ഥയിലായിരുന്ന ബിസിനസ് പുനരാവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ വളരെയധികം കീർത്തി കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വന്നു ചേരുന്ന ഒരു കാലയളവാണ് 2026 ജൂൺ 2 മുതൽ ഉള്ള വ്യാഴമാറ്റം മൂലം മിഥുനൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.